ഒരു കാലത്ത് കൊല്ലം പെരിനാട് പ്രദേശത്തെ വീട്ടുമുറ്റങ്ങളിൽ ഓണക്കാലത്ത് നിറഞ്ഞുനിന്ന സീതകളി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനകീയ കലാരൂപമായി മാറുന്നു. കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LPSലാണ് സീതയും രാമനുമൊക്കെ കുരുന്നുകളിലേക്ക് ഇറങ്ങി വന്നത്. കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സീതകളി പെരിനാട് പ്രദേശത്ത് 1980-കൾ വരെ വീടുതോറും അവതരിപ്പിച്ചിരുന്നു. സീതയുടെ വനയാത്ര മുതൽ സ്വർഗാരോഹണം വരെയുള്ള രാമായണ കഥാഭാഗങ്ങളാണ് സീതകളിയുടെ പ്രമേയം. സീതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവതരണ രീതിയും ലളിതമായ പാട്ടുകളും ആരെയും ആകർഷിക്കും. രാവണനും ലക്ഷ്മണനും ശൂർപ്പണകയും അലറി നിറഞ്ഞാടിയപ്പോൾ അന്യം നിന്നുപോയ ഒരു കലാരൂപം ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അധ്വാനത്തിന്റെ ശരീരഭാഷയുടെ ചുവടുവയ്പിലാണ് എല്ലാ കഥാപാത്രങ്ങളും വന്നുപോകുന്നത്. സ്കൂളിലെ ഇരട്ടകളായ ശിവന്യ, ശിവാനി എന്നിവർ മാൻപേടകളായി സീതകളിയിൽ വേഷമിട്ടു. ടെലിവിഷനുകളിൽ മാത്രം കണ്ട സീതയും രാമനുമൊക്കെ കഥാപാത്രങ്ങളായി സ്കൂൾ മുറ്റത്ത് അവതരിച്ചപ്പോൾ കുട്ടികൾക്ക് ജിജ്ഞാസയും കൗതുകവുമായി. കാലക്രമത്തിൽ വിസ്മൃതിയിലായ സീതകളിയെ 2017 കേരള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിനാട് പഞ്ചായത്ത് കലാകാരന്മാർ, പ്രാദേശിക കലാസമിതികൾ എന്നിവർ ചേർന്ന് പുനരവതരിപ്പിച്ചു. പെരിനാട് സീതകളി അക്കാദമിയുടെയും കലാസംഘങ്ങളുടെയും നേതൃത്വത്തിൽ പുതിയ തലമുറയിലേക്കും ഈ പാരമ്പര്യം കൈമാറി. ഓണക്കാലത്തിന്റെ ആഘോഷത്തിന് നിറവിൽ നിൽക്കുകയാണ് നമ്മൾ. പുരാതന കാലത്ത് ദേശിങ്ങനാടിന്റെ കലാരൂപമായിരുന്ന സീതകളി എല്ലാ ഗ്രാമങ്ങളിലും അതാത് ഗ്രാമങ്ങളിലെ നാട്ടാശന്മാർ ചിട്ടപ്പെടുത്തിയ സീതകളി വലിയ സംഘങ്ങളായി കൊട്ടിയും ആടിയും പാടിയും രാമായണ കഥ പറയാനിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് വനയാത്ര മുതൽ സീതാദേവിയുടെ അന്തർധാനം വരെയുള്ള ഭാഗങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി വളരെ കേരളീയ കലയുടെ മൊത്തം സൗന്ദര്യം, നാട്ടുകലയുടെ മൊത്തം സൗന്ദര്യത്തിൽ ആടിത്തിമർത്തിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് ഓരോ ഭവനങ്ങളിലും ഭവനമുറ്റങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് ഈ കളിസംഘങ്ങൾ പാട്ട് അവതരിപ്പിച്ചിരുന്നു. ആ പാട്ടിനൊത്തുള്ള സന്ദർഭങ്ങളെ ആടിയും പാടിയും കൊട്ടിയും തിമിർത്തിരുന്നു. ആ കാലത്ത് വീണ്ടെടുത്തുകൊണ്ട് പെരിനാട് സീതകളി സംഘം 2017 വീണ്ടെടുത്ത സീതകളിയെ 10ാം വർഷത്തിലേക്ക് എത്തിക്കുകയാണ്. 10ാം വർഷത്തിലേക്ക് എത്തിച്ച് തുടർന്നുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ഈ സീതകളിയിൽ 28ഓളം പാട്ടുകളാണ് നമ്മൾ വീണ്ടെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 12ഓളം പാട്ടുകളാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വനയാത്ര തുടങ്ങി ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വളരെ ലളിതമായ നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം മൊത്തം ഇഴുകിച്ചേർന്ന ആ ഒരു പാട്ട് രീതിയും അതിന്റെ മനോധർമ്മപരമായിട്ടുള്ള നാട്ടുകലാകാരന്മാരുടെ ഒരു അഭിനയ രീതിയും ഒക്കെയാണ് സീതകളുടെ മൊത്തം സൗന്ദര്യം. നമ്മുടെ പണ്ടുകാലങ്ങളിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഈ ശരീരഭാഷ, കൊയ്യുക, മെതിക്കുക തുടങ്ങിയ ആ ശരീരഭാഷയിലുള്ള ഒരു ഒറ്റ ചൂടുവയ്പ്പിലാണ് സീതകളിലെ എല്ലാ കഥാപാത്രങ്ങളും വന്നു പോകുന്നത്. ഇവിടെ രാവണൻ, മാരീചൻ, സീത, രാമൻ, ലക്ഷ്മണൻ, ശൂർപ്പണക, ദശരഥൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും, ഹനുമാനും ബാലിയും സുഗ്രീവനും ഒക്കെ വന്ന് പൊന്മാൻ വളരെ പ്രത്യേകം വെച്ചാൽ ഇന്ന് ഈ സ്കൂളിൽ നമ്മൾ പൊന്മാനായിട്ട് മാൻകുട്ടികളായിട്ട് സീതയെ ആകർഷിക്കുന്ന ആ സ്വർണ്ണ മാനായിട്ടും ഒരു മറ്റു മാനായിട്ടുമുള്ള ആ കുട്ടികളെ തിരഞ്ഞെടുപ്പിക്കുന്നത് ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ്. അവർക്ക് വേണ്ടുള്ള ഒരു പഠന ക്ലാസ് കൊടുത്തിട്ട് കൊണ്ട് തന്നെ അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം തന്നെയാണ് ഈ കളി ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അന്യം നിന്നു പോകുന്ന ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാരുടെ ലക്ഷ്യം.